നമ്മൾ എന്തുകൊണ്ട് കണ്ണടച്ചു? അതാണ് ഏറ്റവും വലിയ ചോദ്യം. ഇപ്പം മറ്റു പല വിപത്തുകളും വരുമ്പോൾ സാധാരണഗതിയിൽ സമൂഹം ഉണരാറുണ്ട്. ഒരുപക്ഷെ ഇവിടെ ആയാലും നാട്ടിലായാലും നമ്മുടെ സമൂഹം ഉണരാത്ത വലിയൊരു ലോകമാണ്, വലിയൊരു ട്രാജഡിയാണ് ഇതെന്ന് ഈ 2 ആഴ്ചത്തെ പ്രവർത്തനം കൊണ്ട് ഞങ്ങൾക്ക് മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിനെ ശക്തമായി പ്രതിരോധിക്കണം, ശക്തമായി ഇവരോട് നിൽക്കണം എന്ന തീരുമാനത്തിലാണ് ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ്റെ ഭാരവാഹികളുള്ളത്. ഇപ്പോഴത്തെ മാനേജിംഗ് കമ്മിറ്റി ശക്തമായ നിലപാടാണിത്. അതുകൊണ്ട് തന്നെ ഈ തരത്തിൽ കാര്യങ്ങൾ മുമ്പോട്ട് പോയാൽ ഇവിടുത്തെ ഗവൺമെൻറ്റിനെ അറിയിക്കാനും ഇന്ത്യൻ കൗൺസിലേറ്റ് വളരെ ശക്തപൂർവ്വം മുമ്പോട്ട് വന്നിരിക്കുകയാണ്. ഇന്ത്യൻ കൗൺസിലേറ്റ് അവർ പറഞ്ഞിരിക്കുകയാണ് ഏത് തരത്തിലുള്ള സഹായം വേണമെങ്കിലും ഞങ്ങൾ തയ്യാറാണ്. അതോടൊപ്പം നമ്മുടെ നാട്ടിലുള്ള ഗവൺമെൻറ്റുകളെയും അറിയിക്കണം. ഇത് 2 തരം കുട്ടികളെയാണ് നമ്മൾ കാണുന്നത്. ഒന്ന്, ഇങ്ങനെ പ്രതിസന്ധി വരുമ്പോൾ വളരെ തകർന്നു പോകുന്ന ഒരു സ്ത്രീ വിഭാഗം. പിന്നൊന്ന്, ഇങ്ങനത്തെ പ്രതിസന്ധി വരുമ്പോൾ ഒന്നുമില്ലാത്തടത്ത് ഉയർന്നു വരുന്ന പിന്നൊരു വിഭാഗം. അതും നമ്മളൊരു ഇന്ന് വന്നൊരു ഇൻട്രസ്റ്റിംഗ് സ്റ്റോറി എന്ന് പറയുന്നത്, ഇങ്ങനെ ഭർത്താവ് 15 വർഷം അവരെ വളരെ മാനസികമായും ശാരീരികമായും പീഡിപ്പിച്ചു. 15ാമത്തെ വർഷം ആ സ്ത്രീ തീരുമാനിച്ചു, ഞാനിനി ഐ വിൽ ടേക്ക് കെയർ ഓഫ് മൈ ഓൺ എന്ന് പറഞ്ഞ് അവരെ ജോലി അന്വേഷിച്ചു. നല്ല ജോലി കിട്ടി, നല്ല ജോലി മുമ്പോട്ട് പോകുന്നു. ഭർത്താവിനെ പറഞ്ഞു സെപ്പറേറ്റ് താമസം തുടങ്ങി. ഇപ്പം ഭർത്താവ് റീകൺസിൽ അദ്ദേഹം പറഞ്ഞു, നോ ഐ ഡോണ്ട് വാണ്ട് ടു. അവർ പറയുകയാണ്, എനിക്ക് തിരിച്ച് ആ ജീവിതത്തിലേക്ക് പോകണ്ട, ഐ എം അലോൺ, ഐ എം ഹാപ്പി.